ശ്രീ ഗുരുഭ്യോ നമ. വൃത്തത്തിലെ ശൂന്യത 8/8/2025. തടസ്സം. നമ്മൾ അനുഭവിക്കുന്ന പ്രധാന പ്രശ്നമാണ് അത് എവിടെയും ഉണ്ട്. റോഡിൽ ഇറങ്ങുമ്പോൾ വാഹനത്തിരക്ക് കാരണം ബ്ലോക്ക് വന്നാൽ, മാർഗതടസ്സം വന്നാൽ നമ്മൾ സിസ്റ്റത്തിനെ പറ്റി പരാതി പറയും. ഇനി ഒരു അപകടം നടന്ന് റോഡിലെ ബ്ലോക്ക് നീണ്ടുപോയാലും പരാതി പറയും. ജോലിസ്ഥലത്തെ തടസ്സമാവുമ്പോൾ നമ്മൾ ആ സിസ്റ്റത്തെ കുറ്റം പറയും. അങ്ങനെ നമ്മുടെ മുന്നോട്ടുള്ള പ്രവൃത്തിക്ക് മറ്റൊരു വ്യക്തിയോ സമൂഹമോ വ്യവസ്ഥയോ തടസ്സമായി വന്നാൽ നമ്മൾ പ്രതികരിക്കും, പ്രതിഷേധിക്കും, പരാതി പറയും. എന്നാൽ എൻ്റെ പ്രവർത്തനത്തിന് ഞാൻ തന്നെ തടസ്സമായി മാറിയാലോ? ഞാൻ എന്നെ കുറ്റം പറയുമോ? എനിക്കെതിരെ പ്രതികരിക്കുമോ? പ്രതിഷേധിക്കുമോ? ഇല്ല. ഇതല്ലേ ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. ഞാൻ തടസ്സം അനുഭവിക്കുന്നു എങ്കിൽ എന്താണ് എന്നിലെ തടസ്സം എന്ന് ഞാൻ അറിയേണ്ടയോ? അതിന് എന്താണ് വേണ്ടത്? നിരീക്ഷണം തന്നെയാണ് പരിഹാരം. നമ്മൾ പ്രശ്നം നോക്കി പരിഹാരത്തിനായി പരിഹാരക്രിയ ചെയ്യാറുണ്ടല്ലോ. പരിഹാരക്രിയയോട് വലിയ താല്പര്യമാണല്ലോ. നമ്മുടെ പ്രശ്നങ്ങളുടെ പരിഹാരക്രിയയാണ് നിരീക്ഷണം. നമ്മൾ എവിടെയാണ് കുടുങ്ങിക്കിടക്കുന്നത് എന്ന് നിരീക്ഷിക്കുക. അല്ലാതെ ആശയത്തിലെ ഈശ്വരനെ തേടൽ നമ്മൾ നിർത്തുക. സത്യമായിരിക്കുന്ന അനുഭവം ശരീരമാണ്, മനസ്സാണ്. ഇവയെ നിരീക്ഷിക്കുക. ഇവ പ്രവർത്തിക്കുന്നത് എങ്ങനെ എന്നറിയുക. ഇവയുടെ പ്രതികരണങ്ങൾ നിരീക്ഷിക്കുക. പണപരമായ ഇടപാടുകൾ ഡിജിറ്റൽ ആക്കിയപ്പോൾ ഒരു വിഭാഗത്തിൻ്റെ തൊഴിൽ പോയി. ആരുടെ എന്നറിയാമോ? പോക്കറ്റടിക്കാരുടെ. കാരണം ആരുടെ പേഴ്സിലും ഇപ്പോൾ നോട്ടുകൾ ഇല്ല. അതിനാൽ പോക്കറ്റടിക്കാരും ഇപ്പോൾ ഇല്ല. പറഞ്ഞു വന്നത്, മോഷ്ടിക്കുന്നതിന് മുമ്പ് മോഷ്ടാവ് എല്ലായിടവും സമഗ്രമായി നിരീക്ഷിക്കും. ആ സമഗ്ര നിരീക്ഷണം നമ്മുടെ നിരീക്ഷകനിൽ ഉണ്ടോ? മോഷ്ടാവിൻ്റെ നിരീക്ഷണത്തിൽ മനസ്സുണ്ട്. എന്നാൽ സാധകന്റെ നിരീക്ഷണത്തിൽ മനസ്സ് വന്നാൽ അവനും മോഷ്ടാവ് തന്നെ. സത്തയിൽ നിന്നും മോഷ്ടിക്കുവാൻ ശ്രമിക്കുന്ന മോഷ്ടാവാണ് അവൻ. അപ്പോൾ നമ്മളിലുള്ള തടസ്സങ്ങളെ അറിയണം, അറിഞ്ഞിരിക്കണം. ശരിയായ നിരീക്ഷകൻ തടസ്സത്തിൻ്റെ കാരണത്തെ തിരിച്ചറിയുന്നു. അവനവനിലെ തടസ്സങ്ങൾ അറിയാതെ പുറത്തെ തടസ്സങ്ങൾ എങ്ങനെ അവനെ പരിഹരിക്കുവാനാകും? പുറത്ത് തടസ്സങ്ങൾ ഉള്ളവന് ഉള്ളിലെ തടസ്സങ്ങൾ കൂടിയാകുമ്പോൾ അവനിൽ നിന്നും കൈവിട്ടു പോകുന്നു. അപ്പോഴാണ് അവൻ വാസനകൾക്ക് അടിമപ്പെടുന്നത്. പിന്നെ അവൻ നിരീക്ഷിക്കുന്നത് വാസനകളെ എങ്ങനെ പൂർത്തീകരിക്കാം എന്നായിരിക്കും. കണ്ടോ, മനസ്സ് അവൻ്റെ നിരീക്ഷകനെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ശരിയായ നിരീക്ഷകൻ മനസ്സിനെ നിരീക്ഷിക്കുന്നില്ല. എൻ്റെ എല്ലാ ദുഃഖങ്ങൾക്കും അശാന്തിക്കും വിവേക ശക്തിക്കും നഷ്ടപ്പെടുന്നതിനും നിരീക്ഷണം സാധ്യമാകാതിരിക്കലിനും അല്ലെങ്കിൽ സത്തയിൽ നിന്നും അകലം പാലിക്കുന്നതിനും എന്താണ് കാരണം എന്ന് നിരീക്ഷണത്തിൽ ബോധ്യപ്പെടണം. നിരീക്ഷിക്കുമ്പോൾ അറിയും ഇവയ്ക്ക് കാരണം വസ്തുവും അതിനോടുള്ള നമ്മുടെ ആസക്തിയുമാണ് എന്ന്. വസ്തു, വിഷയം, വിഷയി, ഇതിനെയാണ് നിരീക്ഷകൻ നിരീക്ഷിക്കേണ്ടത്. ശരിക്കും നിരീക്ഷിച്ചാൽ ലോകം ഉണ്ടായ കാലം മുതലുള്ള തടസ്സമാണ് എന്ന് അറിയും. എനിക്കും മറ്റുള്ളവർക്കും തടസ്സമുണ്ട്. പക്ഷേ അവ വിഷയം, വിഷയി, വസ്തു എന്നിവ ബന്ധപ്പെട്ട് മാത്രമേ ഉള്ളൂ.
ഒരുവന് ഒരു വസ്തുവിനോടുള്ള മമത അവൻ്റെ ഭാവനയാണ്. അത് ഭൂതകാലത്തിൽ അവൻ മനസ്സിലാക്കിയ അറിവാണ്. ആ അറിവ് പൂർണ്ണമല്ലാത്തതുമാണ്. കാരണം അപ്പോൾ നിരീക്ഷകനില്ലായിരുന്നല്ലോ. ആ ഭൂതകാല അറിവാണ് വർത്തമാനകാലത്തും അവൻ ആ വസ്തുവിൻ്റെ മേൽ ആരോപിച്ചു കൊണ്ടിരിക്കുന്നത്. വാസനയുടെ പ്രവർത്തനം ഇതാണ്. അപ്പോൾ അവയോടുള്ള മനോഭാവം അവയെ ഞാൻ മനസ്സുകൊണ്ട് അറിഞ്ഞിരിക്കുന്നതും മനസ്സിലാക്കിയിരിക്കുന്നതിലും ഉള്ളതാണ് തടസ്സമായിരിക്കുന്നത്. അവൻ്റെ ഭാവനയാണ് അവന് തടസ്സം സൃഷ്ടിച്ചിരിക്കുന്നത്. അത് നിരീക്ഷിക്കുക, അറിയുക. ഹരി ഓം. ഹരി ഓം. 8 ഓഗസ്റ്റിലെ വൃത്തത്തിലെ ശൂന്യതയിൽ തടസ്സങ്ങളെ കുറിച്ചാണ് ഗുരുജി ഈ വൃത്തത്തിലെ ശൂന്യതയിൽ പ്രതിപാദിക്കുന്നത്. അപ്പോ ആദ്യം ഈ ഭൗതിക തടസ്സങ്ങൾ, പിന്നെ ആന്തരിക തടസ്സങ്ങൾ. ആന്തരിക തടസ്സങ്ങളിൽ കുറച്ചുകൂടി സൂക്ഷ്മമായ ഒരു തലത്തിൽ പോകുമ്പോൾ അതിസൂക്ഷ്മതയിൽ നിരീക്ഷണം നടക്കുമ്പോൾ ആ തടസ്സത്തിന്റെ ഒരു അതിസൂക്ഷ്മമായ ഒരു ലെവലിലോട്ട് പോകുന്നത്. ലൗകിക ജീവിതത്തിൽ പല തരം തടസ്സങ്ങളെ കുറിച്ച് നമ്മൾ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. ഗതാഗത തടസ്സം, പിന്നെ ഈ അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റിലെ തടസ്സം, സാങ്കേതിക തടസ്സം, ഇതൊക്കെ പല കാര്യങ്ങൾ അവയെല്ലാം നമ്മെ വളരെ പിന്നെ അക്ഷമനാക്കി മാനേജ്മെന്റിനെയും അല്ലെങ്കിൽ സിസ്റ്റത്തിനെയും കുറ്റം പറഞ്ഞ് അവരുടെ പ്രവൃത്തി ശരിയാകാത്തത് കൊണ്ട് അവരെ വിമർശിക്കുകയും കുറ്റപ്പെടുത്തുകയും, പിന്നെ നമ്മുടെ ജോലി പൂർത്തീകരിക്കാൻ തടസ്സം തുടരുമ്പോഴാണ് നാം പ്രതികരിക്കുന്നതും എതിർക്കുന്നതും ഒക്കെ. അപ്പൊ പരാതിപ്പെട്ടാൽ ചിലപ്പം അതിനൊരു പരിഹാരം ഉണ്ടാവും. സിസ്റ്റത്തിന്റെ കുഴപ്പം കൊണ്ട് നമുക്ക് തടസ്സം വരുന്നു എങ്കിൽ തീർച്ചയായും നാം പ്രതികരിക്കേണ്ടതാണ്. ആ തടസ്സങ്ങൾക്ക് പരിഹാരം ആവശ്യപ്പെടേണ്ടതാണ്. എന്നാൽ നമ്മളിൽ അല്ലെങ്കിൽ എന്നിൽ ഉള്ള ഒരു തടസ്സം മൂലം എന്നിൽ പ്രവൃത്തി ദോഷം ഉണ്ടായാൽ എന്നോട് എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല? അതാണ് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടത്. അതൊരു പക്ഷഭേദത്തോടെ ഉള്ള ഒരു പെരുമാറ്റമാണ്. പ്രത്യേകിച്ചും സാധകർ അത് കുറച്ചുകൂടെ അത് അംഗീകരിക്കേണ്ടതുമാണ്. എന്നിലുള്ള തടസ്സം അല്ലെങ്കിൽ പ്രശ്നം എൻ്റെ പ്രവൃത്തിയെ സ്വാധീനിക്കുന്നു എങ്കിൽ, അതായത് അധർമ്മമായ കർമ്മങ്ങളിൽ ഏർപ്പെടാൻ കാരണമാവുന്നു എങ്കിൽ അതിനൊരു പരിഹാരം സ്വയം കണ്ടെത്തേണ്ടതാണ്. ഒരു സാധകനെ സംബന്ധിച്ച് അവന്റെ ആത്മീയ സഞ്ചാരത്തിൽ തടസ്സമുണ്ടെങ്കിൽ അത് എന്താണ് എന്ന് മനസ്സിലാക്കേണ്ടതാണ്. അത് നിരീക്ഷണത്താൽ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോ ആ നിരീക്ഷണത്താൽ ആന്തരിക തടസ്സത്തിന് പോകുമ്പോൾ പിന്നെ സത്തയിൽ എത്താൻ തന്ന ഉപകരണങ്ങളാണ് ശരീരം, മനസ്സ്, ബുദ്ധി, അഹംബോധം. ഇതെല്ലാം ഇവയുടെ പ്രവർത്തന നിരീക്ഷിക്കേണ്ടത് ആണ്. തടസ്സത്തിന്റെ ഉറവിടം എവിടെയാണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ സൂക്ഷ്മ നിരീക്ഷണം അനിവാര്യം ആണ്. മനോതലത്തിൽ നിന്ന് ഉള്ള നിരീക്ഷണം അല്ല, നിരീക്ഷകന്റെ സമഗ്രമായ നിരീക്ഷണമാണ്. നിസ്സംഗമായും നിരീക്ഷണം ചെയ്യേണ്ടതാണ്. അപ്പൊ അതിനകത്തൊരു കമ്പാരിസൺ പറയുന്നുണ്ട്. പിന്നെ പിക് പോക്കറ്റ്സ് എങ്ങനെയാണ് അവര് എത്ര സമഗ്രമായാണ് അവര് പലതും നിരീക്ഷിക്കുന്നത്. ഒരു പിന്നെ ഏത് കൂട്ടത്തിനെയാണ് പിക് പോക്കറ്റ് ചെയ്യാൻ പോകുന്നത്, അവര് ദിവസങ്ങളോടും ആഴ്ചകളോടും മാസങ്ങളോടും ഒരു പോയിന്റിൽ ചെന്ന് ആ എല്ലാ ഡീറ്റെയിൽസും, ഏത് വാഹനമാണ്, ആരൊക്കെ കയറുന്നു, അതിനകത്തുള്ള പാസഞ്ചേഴ്സിനെയും അവർ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കി വെച്ചിട്ട് എവിടാണോ കൂടുതൽ ഡിസ്റ്റർബ്ഡ് ആകുന്നവരുടെ ഇടയ്ക്ക് കയറി
കൺഫ്യൂഷൻ സൃഷ്ടിക്കാനും ഇതെല്ലാം അവർ നന്നായിട്ട് പ്ലാൻ ചെയ്തിട്ടാണ് അവർ പോകുന്നത്. പിന്നെ അഥവാ പിടിച്ചാലും രക്ഷപ്പെടാൻ അവരുടെ ആ സീരീസ് ഓഫ് ആളുകൾ കാണും പോയില്ല, അതങ്ങോട്ട് എറിഞ്ഞെറിഞ്ഞെറിഞ്ഞ് മാലയാണെങ്കിലും പൈസ പേഴ്സ് ആയിരിക്കും എറിയാനുള്ള എല്ലാ സംവിധാനങ്ങളും അവർ റെഡിയാക്കി വെച്ചേക്കും. കാരണം നമ്മളൊക്കെ വർക്ക് ചെയ്യാൻ പോയപ്പം നമുക്കൊരു അനുഭവം ഉള്ളതും കൊണ്ടാണ്. അതാ പിടിച്ചാലും അവൻ ഓടാൻ പോയി പിടിച്ചാലും അവന്റെ സാധനം അവനെ പിടിച്ചു നോക്കി അവൻ കാണത്തില്ല, കാരണം ഇറ്റ് ഹാസ് ഓൾറെഡി കൈ മാറിപ്പോയിട്ടുണ്ട്. ആ ഒരു ലെവലിൽ തന്നെ ഒരു സാധകൻ അതുപോലെ അവന്റെ ഉള്ളിലും അതുപോലെ നിരീക്ഷിക്കണം. അതായത് നിരന്തരം ജാഗ്രത അവസ്ഥയിൽ നിന്ന് ആ മീ ടു മീയിൽ കിട്ടുന്ന ആ സൈലൻസിന്റെ അനുഭവത്തിൽ ആ ലെവലിൽ നിന്നുകൊണ്ട്, കാരണം അങ്ങനെ ആ സൂക്ഷ്മതലത്തിൽ പോകാൻ പറ്റുള്ളൂ, അല്ലാതെ ബുദ്ധിമുട്ടാണ്. വളരെ അലേർട്ടായിട്ടിരിക്കണം സൂക്ഷ്മതലത്തിൽ പോകണമെങ്കിൽ. അപ്പോ പേഷ്യന്റ് ആയിട്ട് ഇരിക്കുകയും ചെയ്യണം നമ്മൾ. യു ഹാവ് ടു ഗിവ് ടൈം ടു യുവർ സെൽഫ്. അപ്പോ ആ ഏത് ലെവലിലാണ്, നമ്മുടെ ഇന്ദ്രിയ തലത്തിലാണോ അല്ലെങ്കിൽ മനസ്സിന്റെ വികാരത്തിനെ ബേസ് ചെയ്ത് ആ തലത്തിലാണോ, അല്ലെങ്കിൽ അബോധത്തിലോ അല്ലെങ്കിൽ പണ്ടത്തെ എന്തെങ്കിലും ഒരു മെമ്മറി ബേസ് ചെയ്താണോ ഈ ചിത്രത്തിലുള്ളത്, അത് എപ്പോ വരുന്നു, എപ്പോഴാണ് എപ്പോഴും തല പൊക്കുന്നത്, എന്ത് വികാരം ആണത് ഉണർത്തുന്നത്, എന്നിട്ട് അതിനനുസരിച്ച് നമ്മൾ എങ്ങനെ പ്രവർത്തിക്കുന്നത്, ഇതെല്ലാം നമ്മൾ ആ സമഗ്രമായി നമ്മള് പിന്നെ നോക്കണം. പിന്നെ ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടണ്ടേ, പിക് പോക്കറ്റ് എങ്ങനെ രക്ഷപ്പെടുന്നത്, അതുപോലെ നമ്മളും ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്ത് ചെയ്യണം, അങ്ങനെ ആ സ്ഥലത്തിൽ നമ്മള് ഒരു പിന്നെ ഡീപ്പായിട്ട് നമ്മള് നിരീക്ഷണം ചെയ്യണ്ടേ. അതിന് വി ഹാവ് ടു ഗിവ് ടൈം ടു അവർ സെൽസ്. ആൻഡ് പിന്നെ എപ്പോഴെങ്കിലും നമുക്ക് കിട്ടുന്ന ഈ ഭൗതിക ജീവിതത്തിലാണെങ്കിലും ആ സമയം നമുക്ക് നമ്മൾ പിന്നെ കണ്ടെത്തണം, അത് അനിവാര്യമാണ്. നിരീക്ഷണത്തിന്റെ പിന്നെ അടുത്ത കുറച്ചുകൂടെ വ്യക്തമാക്കുന്നുണ്ട് ഈ നിരീക്ഷണത്തിനെ കുറിച്ച് ഗുരുജി പറയുന്നത്. നിരീക്ഷണത്തിന്റെ ആവശ്യകത കുറച്ചുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കി തരുന്നുണ്ട് ഗുരു. അവനവനിൽ ഉള്ള തടസ്സങ്ങളെ മനസ്സിലാക്കാതെ ആശയക്കുഴപ്പത്തിൽ നിൽക്കുമ്പോൾ പുറത്തെ തടസ്സങ്ങളും വരുമ്പോൾ അത് പരിഹരിക്കാൻ സാധിക്കില്ല. അപ്പോൾ ആശയക്കുഴപ്പവും എവിടെയോ കുടുങ്ങിപ്പോയ ഒരു അവസ്ഥയെ അനുഭവിക്കും, മുന്നോട്ട് പോകാൻ കഴിയാതെ വരും ഈ ആത്മീയ സഞ്ചാരത്തില്. അപ്പോ അങ്ങനെ ആകെ ഒരു കുഴഞ്ഞൊരവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും ഈ വാസനകൾ തല പൊക്കുന്നതും അതിൽ കുടുങ്ങുകയും ചെയ്യുന്നത്. മനസ്സിന്റെ നിരീക്ഷണം പിന്നെ നടക്കും. മനസ്സിന്റെ നിരീക്ഷണമാണ് നടക്കുന്നത് അപ്പൊ അവിടെ എങ്ങനെ വാസന പൂർത്തീകരിക്കാമെന്ന്. എന്നാൽ ശരിയായ നിരീക്ഷകന്റെ നിരീക്ഷണം മനസ്സിനെ നിരീക്ഷിക്കുന്നില്ല. അവിടെ സാധന കൃത്യമായി അനുഷ്ഠിച്ചാലേ ധ്യാന വഴി ഉള്ള പിന്നെ അവിവേക ബുദ്ധിയെ ഉണർത്തി യഥാർത്ഥ നിരീക്ഷകനെ ഉണർത്തിയാൽ മാത്രം അവന്റെ ദുഃഖത്തിനും അശാന്തിക്കും കാരണം എന്താണെന്ന് നിരീക്ഷണത്തിൽ ബോധ്യപ്പെടുകയുള്ളൂ. അപ്പോ ആ എന്താണ് കാരണം, അത് ആണ് ആ ലാസ്റ്റ് പാർട്ടില് പിന്നെ നിരീക്ഷണത്തിന്റെ പിന്നെ നിരീക്ഷണത്തിന് തടസ്സമായിട്ട് വന്ന അതിന്റെ ആ കാരണത്തിനെ കുറിച്ചാണ് പറയുന്നത്. തടസ്സങ്ങളുടെ കാരണത്തിന്റെ സൂക്ഷ്മതലമാണ് ഗുരുജി ലാസ്റ്റിൽ ചൂണ്ടിക്കാണിച്ചു തരുന്നത്. വസ്തുവിനോട് ഉള്ള നമ്മുടെ ആസക്തി മൂലം ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. അതായത് വസ്തു, അതിനോടനുബന്ധിച്ചുള്ള വിഷയം, അതിലോട്ടുള്ള ഒരു ആസക്തി. അപ്പൊ വസ്തു, വിഷയം, പിന്നെ വിഷയം, അതിൽ കുടുങ്ങുന്ന വിഷയം. അപ്പൊ ഈ മൂന്ന് ഒരു കണക്ഷൻ ഉള്ളതാണ്, പണ്ട് തൊട്ടേ എക്കാലം ഉള്ളതാണത്. അതിനല്ലേ നമുക്ക് ഈ കണ്ണും മൂക്കും എല്ലാം തന്നിരിക്കുന്നത്, മനസ്സും. അത് അവിടെ രജിസ്റ്റർ ചെയ്യണം ആദ്യം. അപ്പൊ അതിൽ കുടുങ്ങിയിട്ട് പിന്നെ ഇനി ഇതിൽ നിന്നൊക്കെ പുറത്തു വരേണ്ടതാണ്. അപ്പൊ ഇത് എല്ലാവർക്കും ഉള്ള തടസ്സമാണ്, ഇത് നിരീക്ഷിക്കേണ്ടതാണ്. പക്ഷെ കുറച്ചുകൂടെ സൂക്ഷ്മതലത്തിൽ പോകുമ്പോൾ ഒരുവൻ ഓരോ വസ്തുവിനുള്ള മമത അവന്റെ ഭാവനയെ ബേസ് ചെയ്തായിരിക്കും. അത് ഭൂതകാലത്ത് കിട്ടിയ ഒരു അറിവായിരിക്കും.
ഈ മമതയുടെ ഒരു അനുഭവം ഉണ്ടായത്. അപ്പൊ നിരീക്ഷകൻ ആ കാലത്ത് ഇല്ലാത്തപ്പോഴാണ് ആ ഒരു അനുഭവം ഉണ്ടായത്, ആ ഒട്ടലുണ്ടായത്. എങ്കിലും ഈ വർത്തമാന കാലത്തിലും അതവിടെ പെർസിസ്റ്റ് ചെയ്യും, നിലനിൽക്കുന്നുണ്ട്, വാസനയായി നിലനിൽക്കും, അത് പ്രവർത്തിക്കുകയും ചെയ്യും. ആ അറിവ് അറിഞ്ഞത് മനസ്സുകൊണ്ടാണ്. ആ വാസന അതാണ് തടസ്സമായിരിക്കുന്നത്. വാസനകളുടെ ബേസ് ആയി ഇരിക്കുന്ന ഓരോരോ ഭാവനകളും നിരീക്ഷകന്റെ നിരീക്ഷണത്താൽ എല്ലാ സാധകർക്കും അതിസൂക്ഷ്മമായി സമഗ്രമായി അനുഭവിച്ച് ബോധ്യപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഹരി ഓം. ഹരി ഓം. ഭൗതികമായിട്ടുള്ള പ്രശ്നങ്ങളെയും അല്ലെങ്കിൽ തടസ്സങ്ങളെയൊക്കെ നമ്മൾ മറ്റു പലതിലും ആരോപിക്കാനാണ്, അല്ലെങ്കിൽ മറ്റു പലരിലും ആരോപിക്കാനാണ് ശ്രമിക്കാറുള്ളത്. ഇനിയിപ്പോൾ നമ്മുടെ സ്വന്തം ശരീരത്തിൽ എന്തെങ്കിലും പ്രശ്നം വന്നാലോ അതും നമ്മൾ വേറൊരാളിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കും. അപ്പം ഒരു സമൂഹത്തിൻ്റെ ചുറ്റുപാടിനെയും അല്ലെങ്കിൽ വൃത്തിയില്ലായ്മ, വിഷമുള്ള ഭക്ഷണം, ഭരണകർത്താക്കളെ എല്ലാവരെയും കുറ്റം പറയും നമ്മൾ. എന്ത് കാര്യത്തിനും പുറത്തേക്കായിരിക്കും കുറ്റം ആരോപിക്കുന്നത്. എല്ലാത്തിനും തെറ്റ് കാണുന്നത് എങ്ങോട്ടാണ്? പുറത്തും മറ്റുള്ളവരിലേക്കാണ്. എന്നാൽ ഇപ്പം നമ്മളിലെ ആന്തരിക പ്രശ്നങ്ങളെ കാണുന്നുണ്ടോ? ഒരിക്കലുമില്ല. നമ്മൾ സ്വയം നമ്മളെ വിലയിരുത്തുന്നുണ്ടോ അല്ലെങ്കിൽ വിമർശിക്കാൻ തയ്യാറാവുന്നുണ്ടോ? അതുമില്ല. ഇപ്പം ഉള്ളിലേക്ക് ഓരോരുത്തരും നോക്കിയാൽ, സ്വയം തിരുത്താൻ തയ്യാറായാൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവും എന്ന തിരിച്ചറിവാണ് നമ്മളിൽ ആദ്യം ഉണ്ടാവേണ്ടത്, നമ്മൾ ഉറക്കേണ്ടത്. കാരണം നമ്മൾ മാറാൻ തയ്യാറായാൽ മാത്രമേ നമ്മളെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവർക്കും മാറാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുള്ളൂ. അപ്പം നിരീക്ഷണമാണ് ആന്തരിക പ്രശ്നപരിഹാരത്തിനുള്ള മരുന്ന് എന്ന് പറയുന്നത്. സ്വയം നിരീക്ഷണത്തിലൂടെ ഈ നിമിഷത്തിലെ എന്നെ അറിയുമ്പോൾ ഞാൻ മാറാൻ തയ്യാറാവും. പ്രശ്നങ്ങൾ സൃഷ്ടിച്ചതും പ്രശ്നപരിഹാരം നടത്തേണ്ടതും ഞാൻ തന്നെയാണ്. നമ്മളുടെ മനസ്സാണ് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചത്. അപ്പം മനസ്സ് പ്രശ്നം സൃഷ്ടിച്ചെങ്കിൽ, നമ്മുടെ മനസ്സ് പ്രശ്നം സൃഷ്ടിച്ചെങ്കിൽ നമ്മൾ തന്നെയല്ലേ അത് മാറ്റാനുള്ളതും. ആശയങ്ങളും അല്ലെങ്കിൽ ആശയങ്ങളായിക്കോട്ടെ, സങ്കല്പങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ വിശ്വാസ പ്രമാണങ്ങളും, ഇതൊന്നും എന്നിലെ പ്രശ്നപരിഹാര മാർഗങ്ങളല്ല എന്ന് തിരിച്ചറിയും. എങ്ങനെ? നിരീക്ഷണം ചെയ്താൽ മാത്രം. അപ്പം നമ്മുടെ ശരീരത്തിലൊരു മുറിവുണ്ടായാലോ നമ്മൾ മരുന്ന് വയ്ക്കുമല്ലോ. ഇല്ലെങ്കിൽ എന്ത് പറ്റും? മരുന്ന് വെച്ചില്ല, നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിലോ, ശ്രദ്ധിക്കാതിരുന്നാലോ ആ മരുന്ന് കൂടുതൽ വഷളാവും. അതിന് നമ്മൾ ഒരിക്കലും അനുവദിക്കില്ലല്ലോ. മുറിവ് എപ്പോഴും പെട്ടെന്ന് അതിന് മരുന്ന് വയ്ക്കാനേ നമ്മൾ ശ്രമിക്കാറുള്ളൂ. അപ്പോൾ ചിലപ്പം പല രീതിയിലുള്ള ക്രമീകരണങ്ങൾ നമ്മൾ ചെയ്യും നമ്മുടെ ശരീരം സുഖപ്പെടാൻ വേണ്ടി, അല്ലെങ്കിൽ ആ മുറിവ് ഉണങ്ങാൻ വേണ്ടി. ചില ഭക്ഷണം നിയന്ത്രിക്കും, ചില ഭക്ഷണങ്ങൾ കഴിക്കില്ല, പുറത്ത് പൊടിയടിക്കാതെ നോക്കും. ഇതെല്ലാം നമ്മൾ ചെയ്യും. കാരണം നമുക്ക് ശരീരം അത്രത്തോളം പ്രാധാന്യമാണ്. അതിനാണ് ഒരു മരുന്ന് ഒരു മുറിവ് വന്നത്. അപ്പോൾ ആ മുറിവ് മാറ്റാൻ നമ്മൾ വേണ്ടതെല്ലാം ചെയ്യും. അപ്പം അതുപോലെ നമ്മളിൽ ആന്തരിക വ്രണമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞാലോ അതിനുള്ള മരുന്ന് നമ്മൾ വയ്ക്കും. ആ മരുന്നാണ് നിരീക്ഷണം. മരുന്ന് സമയത്ത് അപ്ലൈ ചെയ്തില്ലെങ്കിൽ, ആ നിരീക്ഷണം നമ്മൾ സമയത്ത് അപ്ലൈ ചെയ്തില്ലെങ്കിൽ നമ്മളെ നാശത്തിലേക്കായിരിക്കും അത് കൊണ്ടുപോകുന്നത്. ആ ആന്തരിക വ്രണം, ആ വ്രണം ഉണ്ടാകാനുള്ള കാരണത്തെയാണ് നമ്മൾ നിരീക്ഷിച്ച് കണ്ടെത്തുക എന്നുള്ളത്. അതാണ് ചെയ്യാനുള്ളത്. അത് തന്നെയാണ് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം എന്ന് പറയാൻ പറ്റുന്നത്. നിരീക്ഷണം മാത്രമാണ്. അപ്പം നമ്മളിൽ മാറ്റം വരാതെ ബാഹ്യമായിട്ട് മാറ്റം ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കുകയും വേണ്ട, അതിൽ വരികയില്ല. അത് തിരിച്ചറിയണം. കാരണം ഈ സമൂഹം അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാട് എന്ന് പറയുന്നത്
അത് ഓരോ വ്യക്തികൾ കൂടുമ്പോഴാണല്ലോ ഉണ്ടാകുന്നത്, ഒരു സൊസൈറ്റി ഉണ്ടാകുന്നത്. അപ്പോൾ സമൂഹത്തിലെ പ്രശ്നങ്ങൾ നമ്മളെ ബാധിക്കാതിരിക്കണമെങ്കിൽ ആദ്യം നമ്മൾ സ്വയം നമ്മളിലെ പ്രശ്നങ്ങളെ തിരിച്ചറിയണ്ടേ. എന്നാലല്ലേ ആ തിരിച്ചറിവ് നമുക്ക് സമൂഹത്തിലേക്ക് നൽകാനും സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്കൊരു പ്രശ്നം, സമൂഹത്തിന് പ്രശ്നമുണ്ട്, അത് നമ്മളും അതിൻ്റെ ഭാഗമാണ്. അപ്പം ആ പ്രശ്നം, നമ്മളിലെ പ്രശ്നം മാറ്റിയാൽ മാത്രമേ ഒരു സൊല്യൂഷൻ സമൂഹത്തിനും പറഞ്ഞു കൊടുക്കാൻ പറ്റൂ. അപ്പോൾ സ്വയം നിരീക്ഷണം ചെയ്ത് വിവേകബുദ്ധിയോടെ പ്രശ്നപരിഹാരം തേടുമ്പോൾ പ്രശ്നങ്ങൾക്കുള്ള ഉത്തരം ലഭിക്കും. അത് സത്യത്തെ തിരിച്ചറിയാൻ തടസ്സമായി നിൽക്കുന്ന എന്തൊക്കെയാണ് എന്നുള്ളത് കാണിച്ചു തരും. ഈ നിരീക്ഷണം ചെയ്ത് ആ പ്രശ്നങ്ങളുടെ കാരണം കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ എന്തൊക്കെയാണ് എന്നിൽ തടസ്സമായിട്ട് നിൽക്കുന്നത് എന്നുള്ളത് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. അപ്പം ഒട്ടലുകൾ നമ്മളിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് ഞാൻ അറിയും. ഒട്ടലുകൾ പല പല കാര്യങ്ങളിലായിരിക്കും നമ്മൾ ഒട്ടുന്നത്. ഞാൻ, എൻ്റേതെന്ന് പറയാം, എനിക്ക് എന്ന രീതിയിലുള്ള ഈ ചിന്തകളിലൂടെയാണ് മനസ്സ് പ്രവർത്തിക്കുന്നത്. അത് തികച്ചും ഈ സ്വാർത്ഥതയോടുകൂടി, സ്വാർത്ഥ താല്പര്യത്തോടു കൂടി മാത്രം. ഇടുങ്ങിയ ഒരു മനസ്സിലാണ് നമ്മുടെ ജീവിതം. അത് കൂടുതലും ഈ ഭൂതകാല സ്മരണകളുടെയും അല്ലെങ്കിൽ ആശയങ്ങളുടെയും ആഗ്രഹങ്ങളുടെയും ഒക്കെ പിടിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത്. ഇതിലെല്ലാം പിടിച്ചാണ് ജീവിക്കുന്നത്. അപ്പോഴെന്ത് പറ്റും? അപ്പോൾ നമ്മൾ ഈ നിമിഷത്തിലല്ല ജീവിക്കുന്നത്, ഓർമ്മകളിലാണ്. ഒരു സ്വപ്നലോകത്തിലൊക്കെയാണ് നമ്മുടെ ജീവിതം. ഒരു സ്വപ്നലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതിന് യാഥാർത്ഥ്യമായിട്ട് ഒരു ബന്ധവുമില്ല. അത് അങ്ങനെയാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു ബന്ധവുമില്ലാതെ, യാഥാർത്ഥ്യമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത രീതിയിൽ സ്വപ്നലോകത്തിൽ ഇങ്ങനെ ജീവിച്ചു പോവുകയാണ്. കാരണം ഭൂതകാല സ്മരണകളും ആശയങ്ങളും ആഗ്രഹങ്ങളും ഇതിൽ പിടിച്ച് മാത്രം. അപ്പം ഈ ഭാവനകളാണ് എന്നിലെ തടസ്സം എന്ന് തിരിച്ചറിയുകയാണ് ഒരു സാധകൻ ചെയ്യേണ്ടത്. ഇവയെ നിരീക്ഷിക്കുക, സ്വയം തിരിച്ചറിയുക, എന്നിലെ ഈ തെറ്റിദ്ധാരണകളെ മാറ്റുക. അപ്പം നമ്മളിലെയും മറ്റുള്ളവരിലെയും അല്ലെങ്കിൽ വേറെ എന്തിലൊക്കെ നമ്മൾ തെറ്റ് കാണുന്നുണ്ടോ അതിലെല്ലാം ഉള്ള ഒരു തടസ്സം ഉണ്ടല്ലോ, ആ തടസ്സം സ്വാഭാവികമായിട്ടും ഇല്ലാതെയാവും. തടസ്സങ്ങളില്ലാതെ ഒഴുകി നമ്മൾ ഒരു ഫ്രീ ഫ്ലോ ആയിട്ട് ഒഴുകി ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഹരി ഓം, ഹരി ഓം, ഹരി ഓം. ഹരി ഓം. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. സാധനാ ജീവിതത്തിൽ ഒരു സാധകൻ തന്നെ അവന്റെ ഉള്ളിൽ സൃഷ്ടിക്കുന്ന തടസ്സങ്ങളെ എങ്ങനെ നിരീക്ഷിച്ചറിയണം എന്ന് ഇന്നത്തെ വൃത്തത്തിലെ ശൂന്യതയിൽ പ്രതിപാദിക്കുന്നു. ഗുരുജി ഇവിടെ ആ ഭൗതിക തലത്തിൽ നടക്കുന്ന തടസ്സങ്ങളെ കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. അതായത് നമ്മൾ പലപ്പോഴും ഭൗതിക തലത്തിൽ പലതരം തടസ്സങ്ങൾ നേരിടുന്നുണ്ട്. റോഡിലെ ട്രാഫിക് ബ്ലോക്കുകൾ, ഇന്റർനെറ്റ് കണക്ഷൻ തടസ്സപ്പെടുക, വാട്ടർ സപ്ലൈ തടസ്സപ്പെടുക തുടങ്ങി, മാത്രമല്ല ജോലി സ്ഥലത്ത് പല പല തടസ്സങ്ങൾ ഉണ്ടാവുക. ഇങ്ങനെ നിരവധി തടസ്സങ്ങളെ നമ്മൾ നേരിടുന്നുണ്ട്. പക്ഷെ ഈ തടസ്സങ്ങളെല്ലാം ഒരു നിശ്ചിത സമയത്തേക്ക് മാത്രമാണ്. ആ തടസ്സങ്ങൾ സ്ഥിരമായി നിൽക്കുന്നില്ല. അവ താൽക്കാലികമായ തടസ്സങ്ങളാണ്. അത് നിശ്ചിത സമയം കഴിയുമ്പോൾ ആ തടസ്സങ്ങൾ അത് നമുക്ക് മാറ്റാവുന്നതാണ്, അല്ലെങ്കിൽ അത് മാറിക്കിട്ടുന്നതാണ്. എന്നാൽ ഒരു സാധകന്റെ മനസ്സ് സൃഷ്ടിക്കുന്ന തടസ്സങ്ങൾ അത് അവിടെ തന്നെ നിൽക്കുന്നു. കാരണം അത് മാറിക്കിട്ടണമെങ്കിൽ അവയുടെ ഉറവിടത്തെ കുറിച്ച് സൂക്ഷ്മമായി നിരീക്ഷണം നടത്തി അവയെ സ്വയം ബോധ്യപ്പെടുത്തണം. അതൊരു നിത്യമായ സാധനയിലൂടെ, നിരീക്ഷണത്തിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. പക്ഷേ മനസ്സ് അവിടെയും ഇടപെടുന്നു. മനസ്സൊരു മോഷ്ടാവിനെ പോലെ പെരുമാറുന്നു എന്ന് ഗുരുജിയുടെ സൂചിപ്പിക്കുന്നുണ്ട്. ഈ തടസ്സങ്ങളെ പോലും മനസ്സ് ന്യായീകരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ സാധകന്റെ മനസ്സിലുള്ള തടസ്സങ്ങൾ
മാറ്റേണ്ടത് സാധകൻ തന്നെയാണ് നിരീക്ഷിച്ചിട്ട് മാറ്റേണ്ടത്. പക്ഷെ അവിടെ മനസ്സിന്റെ സ്വാധീനത്തിൽപ്പെട്ടാൽ ആ മനസ്സ് അതിനെയും ന്യായീകരിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് നിരീക്ഷണം സൂക്ഷ്മമായാൽ മാത്രമേ ഈ തടസ്സങ്ങളെ മറികടക്കാൻ കഴിയൂ. അവിടെയും മനസ്സ് പ്രശ്നം സൃഷ്ടിക്കാതെ നോക്കേണ്ടതാണ്. അത്രയും ജാഗ്രതയിലായിരിക്കണം സാധകൻ ഈ നിരീക്ഷണം നടത്തേണ്ടത്. മനസ്സിന്റെ നിരീക്ഷണവും നിരീക്ഷകന്റെ നിരീക്ഷണവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. മനസ്സ് ഇന്ദ്രിയങ്ങൾ വഴി ശേഖരിച്ച അറിവുകൾ വെച്ചുകൊണ്ടാണ് നിരീക്ഷിക്കുന്നത്. മനസ്സതിനെ വ്യാഖ്യാനിക്കുന്നു, മനസ്സിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ചില ഇന്റർപ്രിറ്റേഷൻസ് നടത്തുന്നു. എന്നാൽ നിരീക്ഷകൻ ശുദ്ധബോധത്തിൽ നിൽക്കുന്നത് കൊണ്ട് നിരീക്ഷണം സൂക്ഷ്മതലത്തിൽ സമഗ്രതയോടെ നടക്കും. അപ്പോഴാണ് ആ തടസ്സങ്ങളുടെ യഥാർത്ഥ ഉറവിടം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിരീക്ഷണത്തിൽ നിന്നും മനസ്സിനെ മാറ്റി നിർത്തിയാൽ നിരീക്ഷകന് മനസ്സ് സൃഷ്ടിക്കുന്ന തടസ്സങ്ങളുടെ കാരണത്തെ തിരിച്ചറിയുവാൻ കഴിയുന്നു. എന്നാൽ നിരീക്ഷകനെ ഉണർത്തി മനസ്സ് സൃഷ്ടിച്ച തടസ്സങ്ങളെ നിരീക്ഷിക്കാതെ നിൽക്കുന്ന സാധകർക്ക് ആന്തരികമായ തടസ്സങ്ങൾ പരിഹരിക്കാൻ കഴിയാതെ അത് അവിടെ തന്നെ നിൽക്കുന്നു. അതോടൊപ്പം ബാഹ്യമായ തടസ്സങ്ങളും അവന്റെ മേൽ സമ്മർദ്ദം ചെലുത്തുന്നു. അപ്പോൾ ബാഹ്യമായ സമ്മർദ്ദം, ആന്തരികമായ തടസ്സങ്ങൾ, അങ്ങനെ എല്ലാം കൂടി വരുമ്പോൾ അവന് ആശ്വാസം കിട്ടുമെന്ന പ്രതീക്ഷയിൽ വാസനകളെ കൂട്ടുപിടിക്കുന്നു. അപ്പോൾ ഈ വാസന പൂർത്തീകരണത്തിനായി മനസ്സ് പ്രയത്നിക്കുമ്പോൾ അവൻ സാധന പാതയിൽ നിന്ന് തന്നെ വഴിമാറിപ്പോകുന്നു. അപ്പോൾ ആന്തരികമായിട്ടുള്ള മനസ്സ് സൃഷ്ടിച്ച തടസ്സങ്ങളെ അപ്പോൾ തിരിച്ചറിഞ്ഞ് സൂക്ഷ്മ നിരീക്ഷണത്തിലൂടെ അവയെ മാറ്റിയില്ലെങ്കിൽ ഒരുപക്ഷെ ആ സാധകൻ സാധനാ പാതയിൽ നിന്ന് തന്നെ മാറിപ്പോകാൻ സാധ്യതയുണ്ട്. നമ്മൾ തന്നെ നമ്മുടെ മനസ്സുകൊണ്ട് സൃഷ്ടിക്കുന്ന തടസ്സങ്ങളെ നമ്മൾ തന്നെ നിരീക്ഷണത്തിലൂടെ തിരിച്ചറിയണം. ആ തടസ്സങ്ങൾക്കുള്ള കാരണങ്ങൾ നിരീക്ഷണത്തിലൂടെ കണ്ടെത്തുകയും വേണം. കാരണം കാരണം തിരിച്ചറിഞ്ഞാൽ മാത്രമേ അത് എങ്ങനെ പരിഹരിക്കാം എന്ന് നമുക്ക് അറിയുകയുള്ളൂ. നമ്മൾക്ക് ചില വസ്തുക്കളോടുള്ള ആസക്തിയും മമതയുമാണ് സാധനാ ജീവിതത്തിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നത്. ഇവിടെ ഗുരുജി മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കുന്നുണ്ട്. അതായത് വസ്തു, വിഷയം, വിഷയി എന്നിവയാണ് നിരീക്ഷകൻ നിരീക്ഷിക്കേണ്ടത് എന്ന് ഗുരുജി സൂചിപ്പിക്കുന്നു. മനുഷ്യ മനസ്സ് സൃഷ്ടിക്കുന്ന എല്ലാ തടസ്സങ്ങൾക്കും കാരണം അജ്ഞാനമാണ്. അനന്തമായ ബോധത്തെ അനുഭവിച്ചറിഞ്ഞ ഗുരു സാധകർക്ക് ആത്മജ്ഞാനം പകർന്നു നൽകി അവരിലെ അജ്ഞാനത്തെ അകറ്റുവാൻ സഹായിക്കുന്നു. അജ്ഞാനം മൂലമാണ് ഈ മമതയും ആസക്തിയും ഒക്കെ ഉണ്ടാകുന്നത്. അപ്പൊ ആ അജ്ഞാനത്തെ മാറ്റുവാനാണ് ഗുരുജി ഇതുപോലുള്ള അറിവുകൾ നമുക്ക് പകർന്നു തരുന്നത്. വിഷയി എന്നത് അനന്തമായ ബോധം എന്നാണ് യോഗവാസിഷ്ടത്തിൽ പരാമർശിക്കുന്നത്. വിഷയി തന്നെയാണ് വിഷയങ്ങളെ സൃഷ്ടിക്കുന്നത്. വിഷയങ്ങൾ എന്ന് പറയുന്നത് ഈ പ്രപഞ്ച വസ്തുക്കൾ. ഗുരുജി ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ പ്രപഞ്ച വസ്തുക്കളെല്ലാം ഒരേ ഊർജത്തിന്റെ വ്യത്യസ്തങ്ങളായ വകഭേദങ്ങൾ ആണ് എന്ന് ഗുരുജി ബൊമ്മകൊലു ഉത്സവത്തിന്റെ സന്ദേശമായി സാധകർക്ക് പറഞ്ഞു നൽകിയിട്ടുണ്ട്. അപ്പൊ അത് തന്നെയാണ് ഇവിടെയും വരുന്നത്. വിഷയി എന്ന് പറയുന്നത് ആ ഒരു അനന്തമായ ബോധ ചൈതന്യം, അതിൽ നിന്ന് ഊർജ പരിണാമങ്ങളിലൂടെ വ്യത്യസ്തങ്ങളായ വിഷയങ്ങൾ ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നു. അപ്പൊ ഈ വിഷയങ്ങൾ എന്ന് പറയുന്നത് പ്രപഞ്ച വസ്തുക്കളാണ്. അപ്പോൾ ഇവിടെ കാണപ്പെടുന്ന വസ്തുക്കളെല്ലാം തന്നിൽ നിന്നും വിഭിന്നമാണ് എന്ന തോന്നൽ ഉള്ളിടത്തോളം കാലം ആ അജ്ഞാനം നിലനിൽക്കുന്നു. ആ തോന്നൽ വിഷയങ്ങളെ കുറിച്ചുള്ള ധാരണകൾ സൃഷ്ടിക്കുന്നു. അതായത് ഞാൻ വേറെ, ഈ ലോകം വേറെ എന്നിവയെല്ലാം ധാരണകളാണ്. ധാരണകൾ മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ധാരണകളെ ഉപേക്ഷിച്ച് ശുദ്ധബോധത്തിൽ നിൽക്കുവാനാണ് നമ്മൾ ആത്മവിചാരവും നിത്യസാധനയും ചെയ്യുന്നത്.
വിഷയങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിച്ച് അവയുടെ ഉറവിടത്തെ അന്വേഷിച്ചാൽ എല്ലാത്തിൻ്റെയും ഉറവിടം അനന്തബോധമായ വിഷയി ആണെന്ന് ബോധ്യപ്പെടും. ഇപ്പം പല തടസ്സങ്ങൾക്കും നമ്മൾക്ക് നേരിടുന്നുണ്ട്. എന്ത് വിഷയമായാലും സൂക്ഷ്മമായി നിരീക്ഷിച്ച് പോകുമ്പോൾ ഏറ്റവും ഒടുവിൽ ചെന്നെത്തുന്നത് ആ അനന്തമായ ബോധത്തിലേക്കാണ്. വിഷയാണ് ആ അനന്തമായ ബോധം. അപ്പൊ ആത്മജ്ഞാനം നേടിയ ഗുരു ലോകത്തെ വേറിട്ട് കാണുന്നില്ല. എല്ലാം ഒരേ ഒരു ശുദ്ധ ബോധം മാത്രമാണെന്ന് അറിവായി നിൽക്കുന്നു. അവിടെ അറിവ്, അറിയുന്നവൻ, അറിയൽ എന്നീ വേർതിരിവുകൾ ഇല്ലാതെ ഒന്നായി മാറുന്നു. അത്രിപുടി ഇല്ലാത്ത അവസ്ഥ. അപ്പോ നമ്മൾ ഇപ്പോഴും മനസ്സിന്റെ തലത്തിൽ കഴിയുന്നത് കൊണ്ട് മമതാബന്ധങ്ങളും വാസനകളും തടസ്സങ്ങളായി വർത്തിക്കുന്നു. ആത്മവിചാരത്തിന്റെ കുറവ് കൊണ്ടാണ് ഇത് നിലനിൽക്കുന്നത്. ശരിയായ ആ ആത്മവിചാരം ചെയ്ത് ആ ജ്ഞാന വഴിയിലൂടെ നീങ്ങിക്കഴിഞ്ഞാൽ ഇത്തരം തടസ്സങ്ങളെ കുറിച്ചൊക്കെ ഒരു പൂർണ്ണമായ ബോധം നമ്മൾക്ക് തന്നെ ആർജിച്ചെടുക്കുവാൻ കഴിയും. അതുപോലെ തന്നെ മമതയെ കുറിച്ച് ഗുരുജി പറയുന്നുണ്ട്. ഏതോ ഒരു ജന്മത്തിൽ ഒരു വസ്തുവിനോടുള്ള മമത നമ്മളിൽ ഈ ജന്മത്തിലും അത് വാസനയായി നിലനിൽക്കുന്നു. ആ വാസനകൾ നമുക്ക് തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ഈ വാസനയുടെ ഉറവിടം എന്ന് പറയുന്നത് ഗുരുജി പറഞ്ഞിരിക്കുന്നത് പഴയകാലം, ഭൂതകാലം, അത് ഈ ജന്മത്തിലാകാം, ഒരുപക്ഷെ കഴിഞ്ഞ ജന്മങ്ങളിലാകാം. അവിടെ പൂർത്തീകരിക്കാത്ത ഒരു മമത അത് ഈ ജന്മത്തിലും വാസനയായി നിലനിൽക്കുന്നു. അപ്പൊ അജ്ഞതയാണ് മമതാബന്ധങ്ങൾക്കും കാരണം. അജ്ഞത കൊണ്ട് തന്നെയാണ് അവ ഇപ്പോഴും വാസനകളായി നമ്മുടെ ഉള്ളിൽ നിലനിൽക്കുന്നത്. അപ്പൊ ഉള്ളിലുള്ള വാസനകളായാലും ചിന്തകളായാലും ഇനി പുറമേ കാണുന്ന വസ്തുക്കളായാലും മനസ്സിനെ ധ്യാനാത്മക മനസ്സാക്കി നിരീക്ഷകനെ ഉണർത്തി നിരീക്ഷണം നിത്യസാധനയാക്കിയാൽ എല്ലാത്തിൻ്റെയും ഉറവിടം ആ അനന്തമായ ബോധ ചൈതന്യം തന്നെയാണെന്ന് എന്ന് അനുഭവിച്ചറിഞ്ഞ ഗുരു സാധകർക്ക് അത് പറഞ്ഞു തരുന്നു. ഗുരുജി പകർന്നു തരുന്ന അറിവുകൾ നിരന്തരമായി മനനം ചെയ്ത് ബോധ്യപ്പെട്ട് തടസ്സങ്ങളില്ലാതെ സാധനാപാതയിൽ മുന്നോട്ട് പോകുവാൻ എല്ലാ സാധകർക്കും ഗുരുവിന്റെ കൃപ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകൾ ഗുരുപാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഹരിയോം.